എല്ലാവർക്കും നിർമ്മലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ? മയോണൈസ് ആണ്. ഇതുകൊണ്ട് അതിന് വേണ്ടത് മയോണൈസ് ഉണ്ടാക്കാനായി ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വെള്ളയുടെ മാത്രമല്ല, മുട്ട വേണം, 2 മുട്ട വേണം, കുറച്ച് പഞ്ചസാര വേണം, ഉപ്പ് വേണം. ഞാനിപ്പോൾ വെളുത്തുള്ളിയുടെയാണ് ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളി വേണം 3-4 അല്ലി, പിന്നെ എണ്ണ വേണം, 2 സ്പൂണ് വിനാഗിരി വേണം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം മുട്ട നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് വെള്ളം മാത്രമായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് വെള്ളയായിട്ട് ഉണ്ടാക്കി അന്നേരം നല്ല വെള്ളയായിരിക്കും, പക്ഷേ ഇതിനൊരു ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല, നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് ഈ എല്ലാത്തിനെയും കൂടെ കഴിക്കാം. നമുക്ക് തന്തൂരി ചിക്കൻ, അതുപോലെ നാനിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഞാൻ ഈയിടെ ഒരു ഡിഷ് ഉണ്ടാക്കിയപ്പം അതിൻ്റെ കൂട്ടത്തിൽ അത് ഉണ്ടാക്കിയിരുന്നു. അത് പിന്നെ ഇപ്പം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം, കുറച്ച്. പിന്നെ ടേസ്റ്റിന് ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് 2 സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം, പിന്നെ ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ വേണം ഇതിന്. 2 മുട്ടയ്ക്ക് 2 സ്പൂണാണ് വേണ്ടത്. ഇപ്പം ഞാൻ 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തു. നമുക്ക് 1 സ്പൂൺ പിന്നെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പം നിങ്ങൾക്ക് ടേസ്റ്റ് വെളുത്തുള്ളിയുടെ ഒത്തിരി സ്മെൽ ഇഷ്ടം അല്ലെങ്കിൽ 1-2 അല്ലി ഇട്ടാൽ മതി. ഞങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടം, അത് കാരണം 4 വെളുത്തുള്ളിയുടെ പീസാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ഇതിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇതിന് ഇത്ര എണ്ണ എടുത്തിട്ടുണ്ട്, അതിന് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിക്കാം. നമ്മളിത് ഒന്നിച്ച് 1, 2, 3 എന്നുള്ള അതിലല്ല അടിക്കേണ്ടത്, കാരണം അങ്ങനെ അടിച്ചുകൊണ്ട് ഇരിക്കാൻ പാടില്ല. നിർത്തി അടിക്കണം. ഉൾട്ട സൈഡ് ഇങ്ങനെ ഇപ്പുറത്തുള്ള സൈഡിലോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് നിർത്തണം. ഇതിപ്പോൾ ഈ രൂപത്തിൽ ഇത്ര ആയിട്ടുണ്ട്. ഇനി കുറച്ച് അടിക്കണം, കുറേ നേരം നമ്മൾ അടിക്കണം. അടിച്ചു കഴിയുമ്പോഴാണ് ഇത് കുറുകി വരുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശകലം ഉപ്പിട്ട് കൊടുക്കാം, ഒരു നുള്ള്. പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും നമുക്കിത് അടിക്കാം. ഇതിപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ അടിച്ചപ്പോൾ ഈ ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറിയൊരു യെല്ലോ കളറുണ്ട്. അത് ഈ മുട്ടയുടെ മഞ്ഞ ചേർത്തുകൊണ്ടാണ്. അതെല്ലാം നമുക്ക് മഞ്ഞ വേണ്ട, ആ വെള്ളം മാത്രമേ ചേർത്തുള്ളെങ്കിൽ നല്ല വെള്ള കളറിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വിനാഗിരി ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരം നാരങ്ങാ നീര് ചേർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇതിന് ശേഷം നമുക്ക് ഇച്ചിരി കൂടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണായിരുന്നു ഞാൻ ഒഴിച്ചു കൊടുത്തത്, പിന്നെ 1 സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ. 1 സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഈ പഞ്ചസാര ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 1 സ്പൂൺ പഞ്ചസാരയായിരുന്നു എടുത്തിരുന്നത്, അത് മൊത്തം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ശകലം ഒരു നുള്ളു ഉപ്പ് കൂടെ വേണം. ഉപ്പ് കുറച്ചിട്ടാൽ മതി. അതുപോലെ തന്നെ ഞാൻ ഇതിന് 1 ഗ്ലാസ് എണ്ണ എടുത്ത്, എണ്ണ നിറച്ചെടുത്തിട്ടില്ലായിരുന്നു, ഇത്ര എടുത്തുള്ളൂ. ഇനി ഈ എണ്ണയും കൂടെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഒന്നുകൂടെ അടിച്ചതിന് ശേഷം ഈ എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചേ. ഞാൻ ഈ ഇത്രയും ബാക്കി എണ്ണയുണ്ട്, അതുകൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തു. ഇതൊരു 3-4 ദിവസം വെച്ചിരുന്ന് കഴിക്കാം. നമുക്ക് ബ്രെഡിനകത്ത് പുരട്ടി, പിള്ളേർക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ബ്രെഡിൽ പുരട്ടി കൊടുക്കാം, അല്ലാതെ തന്നെ ബ്രെഡ് പുരട്ടി കഴിക്കാനും എല്ലാം, ചപ്പാത്തിയിലൂടെ കഴിക്കാനും എല്ലാം നല്ലത് തന്നെ. ഇതേണ്ട, ഇത് ഞാൻ 10 മിനിറ്റ് അടിച്ചെടുത്തു. 10 മിനിറ്റ് നേരം അത്രയും എണ്ണയും ആ മുട്ടയും എല്ലാം ചേർത്ത് അടിച്ചാണ്. ഇത് കണ്ടോ, ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടുക. കണ്ടോ, ഇത് കണ്ടോ, നമ്മൾ ഇത് റെഡി ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിത് മുട്ട അടിക്കാനുള്ള മുട്ട 2 മുട്ടയ്ക്കാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. 3 ആയാലും എത്ര ആയാലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം മുട്ട എടുക്കാൻ. അപ്പോൾ നല്ലതായിട്ട് കിട്ടും. അതിങ്ങനെ ഈ രൂപത്തിൽ അടിച്ചെടുക്കണം. 10 മിനിറ്റ് അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്തിനാ വെറുതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് വെറുതെ എന്തിനാ പൈസ കളയുന്നത്? പുറത്തുനിന്ന് ഇതിന് ഭയങ്കര വിലയാണ് ഒരു ബോട്ടിലിന്. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ 3-4 ദിവസം കുറച്ച് ഒരു മുട്ടയ്ക്കായാലും ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളതും ടേസ്റ്റ് ഉള്ളതുമാണ്. അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുകൊണ്ട് എല്ലാവരും കണ്ടല്ലോ, നല്ല അടിപൊളി സൂപ്പർ മയോണൈസ് ഇതിനെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം. വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ചേർത്ത് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കണ്ടോ, ഇത്ര കട്ടിയിലാണ് ഇത് കിട്ടുക. കണ്ടോ, നല്ലതാണ്. ബ്രെഡിനകത്ത് ഉണ്ടാക്കി സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തേച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കുക.